ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഓണം ഓർമ്മകൾ പങ്കുവെക്കുന്ന ആ ഒരു ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു എന്ന് ഗസ്റ്റുകൾക്ക് തോന്നിയ ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു. അപ്പൊ രമ്യ സെലക്ട് ചെയ്തത് റെനയാണ്. അതിന് റീസൺ ആയിട്ട് പറഞ്ഞത് റെനയുടെ സ്റ്റോറിയിൽ വളരെയേറെ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, സന്തോഷത്തോടെയാണ് റെന അത് പറഞ്ഞത്. പിന്നെ വീട്ടിൽ ഓണം ആഘോഷിക്കാത്തത് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി പൂക്കളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആഘോഷ ഓർമ്മകളൊക്കെ പറഞ്ഞത് കൊണ്ട് റെനയാണ് സെലക്ട് ചെയ്തത്. അതെനിക്കും തോന്നി കേട്ടോ. അവിടെയുള്ള ആദില, നൂറ, ഷാനവാസ്, പിന്നെ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാവരും തന്നെ ആ രീതിക്കാണ് പറഞ്ഞത്. അത്ര അങ്ങോട്ട് ഓണം അത്ര ഹാപ്പി ആഘോഷമല്ലാതെ. അപ്പൊ ഈ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ടായിരിക്കും റെനയെ സെലക്ട് ചെയ്തത്. റെനയുടെ സ്റ്റോറിയിൽ ഒരു സന്തോഷം എനിക്കും ഫീൽ ചെയ്തു. അപ്പൊ ആര്യന്റെ സ്റ്റോറി നല്ലതായിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട് കേട്ടോ. ആര്യൻ അതൊരു ലവ് സ്റ്റോറി എന്ന രീതിക്കാണ് പറയുന്നത്. ജസ്റ്റിൻ ഒനീൽ നന്നായിട്ട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു ടാസ്കിൽ ഗിഫ്റ്റ് ഗസ്റ്റുകൾ രണ്ടുപേരും കൊടുത്തത് റെനയ്ക്കാണ്. പായസം പൗഡറും സ്ലിം മിൽക്കുമാണ് റെനയ്ക്ക് കിട്ടിയ സമ്മാനം. ഇതിപ്പോ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് അവരുടെ പാട്ടൊക്കെ വെച്ച് എല്ലാവരും മറ്റേ ഡാൻസ് ഒക്കെ കളിച്ച് വൈബ് ചെയ്ത് ആർപ്പോയി ഇറോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ഓണം പറഞ്ഞ് ഗസ്റ്റുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതായിരുന്നു ഇവര് രണ്ടുപേരും. വളരെ എനിക്ക് തോന്നുന്നു ഗസ്റ്റുകൾ വന്നിട്ട് ഏറ്റവും കുറഞ്ഞ സമയം നിന്നത് എനിക്ക് തോന്നുന്നു ഇവരാണെന്നാണ് തോന്നുന്നത്. എല്ലാ സീസണിലെയും വെച്ചിട്ട് കുറെ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഓണം ഓർമ്മകൾ ഓണം വൈബ് ആക്കാൻ വേണ്ടി വന്നതാണെന്നാണ് തോന്നുന്നത്. പുറത്തേക്ക് പോയി. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.